മറ്റൊരു വാർത്തയിലേക്ക് കൂടിയാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. കോട്ടയം ജില്ലയിലെ നെല്ല് സംഭരണം വൈകുന്നത് കർഷകർക്ക് ദുരിതമാവുകയാണ്. കിഴിവിന്റെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് മില്ലുടമകൾ പലയിടത്തും നെല്ല് സംഭരിക്കാൻ തയ്യാറാകുന്നില്ല. കർഷകർ ഈ കണ്ട നെല്ലൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരും. കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇതിപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയാണ്. കൊയ്തിട്ട നെല്ല് പാടശേഖരങ്ങളിൽ തന്നെ കൂട്ടിയിടുകയാണ് കർഷകർ. പണ്ട് ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയായിരുന്നു നെല്ല് സംഭരിക്കാൻ. എന്നാൽ ഇപ്പോൾ ആഴ്ചകളും മാസങ്ങളും കാത്തിരിക്കേണ്ടി വരുന്നു. ഐമനം പഞ്ചായത്തിലെ 600-ാം പാടശേഖരത്തിൽ ഒരു മാസത്തിലധികമായി നെല്ല് കൊയ്തിട്ടിട്ട് ഇതുവരെ നെല്ല് എപ്പോൾ സംഭരിക്കുമെന്ന് ഇവിടുത്തെ കർഷകർക്ക് അറിയില്ല. 25 കിലോ വരെ കിഴിവ് വേണമെന്നാണ് മില്ലുടമകൾ ആവശ്യപ്പെടുന്നത്. നെല്ല് കയറി കഴിയുമ്പോൾ പാടി ഓഫീസറും നെല്ലുകാരും മില്ലുകാരും എല്ലാവരും കൂടെ ഒത്തുണ്ട് അവരൊരു പണി ചെയ്യുന്നതാണിത്. ഇപ്പോൾ ഈ 25 കിലോ പറയുന്ന പകുതി പാടി ഓഫീസർക്ക് ചെല്ലുന്ന കാശാത്. ആ നെല്ലിൻ്റെ പകുതി അവർക്ക് ചെല്ലുന്നതാണ്. സംഭരണം വൈകിയതോടെ പേറ്റിയെടുക്കുന്ന ജോലികളും ഇപ്പോൾ കർഷകർ തന്നെയാണ് ചെയ്യുന്നത്. ഇതിനും വലിയ തുക ചിലവാകുന്നുണ്ട്. പേറ്റിയെടുത്ത നെല്ലിനും കിഴിവ് ആവശ്യപ്പെടുന്നുണ്ട്. 7 ദിവസം 8 ദിവസത്തേക്ക് നെല്ല് കയറി പോകുന്നതായി. ഇന്നിപ്പം 34-35 ദിവസമായി കൊയ്തിട്ടിട്ട്. അതിനിടയ്ക്ക് ഞങ്ങളിത് 2-3 പ്രാവശ്യം മറിച്ച് അത് മറിക്കുന്നതിനും ചിലവാണേ, കൂലിയാ. ഇപ്പം തന്നെ പാടത്ത് മുടക്കയിൽ കൂടുതൽ ഇതെല്ലാം മുടക്കിയിരിക്കുക. കടവും വിലയും മേടിച്ചല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇത് ഞങ്ങൾ വന്ന് തുറന്നിടും, വന്ന് മൂടാതെ പോകാൻ പറ്റും. ഒരു മഴ പെയ്താൽ എന്ത് ചെയ്യും? 22 കിലോയാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് 25 പറഞ്ഞു. 25 പറഞ്ഞിട്ട് ഇപ്പോൾ പേറ്റ് വിഷയം കൊണ്ടുവന്ന് പിടിച്ചത് കൊണ്ട് പിടിച്ചത് 10 കിലോ, ഇത് 15 കിലോ പിടിക്കാത്തത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നത് തന്നെയല്ലേ നല്ലത്. കോട്ടയം ജില്ലയുടെ ഭാഗമായ അപ്പർ കുട്ടനാടൻ മേഖലകളിൽ പലയിടത്തും ഇതേ അവസ്ഥ തന്നെയാണ്. പാടി ഓഫീസ് ഉപരോധമടക്കം പല കർഷകരും ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രതിസന്ധിയല്ല. നെല്ല് കൊയ്തിട്ടാൽ ഇതാണ് അപ്പർ കുട്ടനാട്ടിലെയും കുട്ടനാട്ടിലെയും കർഷകരുടെ അവസ്ഥ. ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.